ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ഒരു അടിപൊളി വീഡിയോ ഒന്നും പറയാം, എന്നാലും കുഴപ്പമില്ല. തംബ്നെയിം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കൂവപ്പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ. അപ്പോൾ നമ്മൾ ഈ തിരുവാതിര സമയത്തൊക്കെയാണ് അധികം എല്ലാവരും അത് ഉപയോഗിക്കുക. അതുപോലെ പിന്നെ നമ്മൾക്ക് വേനലിലൊക്കെ നല്ലൊരു സാധനമായിട്ട് ഈ കൂവപ്പൊടി നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കും. ഈ ഒരു മൂത്രച്ചൂടിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ നല്ലൊരു മരുന്നാണ് കൂവ. അപ്പോൾ ഇന്ന് ഞാനത് പൊടിച്ച് വെച്ചിരുന്നത് ചൂടുകാലമൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കാൻ എഴുതിയിട്ടൊക്കെ ഇങ്ങനെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടോ. നമ്മൾ അരച്ച് പിഴിഞ്ഞുണ്ടാക്കിയതല്ലേ, അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണതിലേറെ നല്ലതല്ലേ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നത്. കൃത്രിമൊന്നും ചേർക്കൂലല്ലോ. അപ്പോൾ എങ്ങോട്ടാ അത് മോനാട്ടോ, അവന് വന്നിട്ട് സ്കൂളിട്ട് വന്ന് കുടിച്ചതാ കളിക്കാൻ പോകണം. അപ്പോൾ എങ്ങോട്ടാ ചോദിച്ചാൽ ഗ്യാപ്പിൽ നിങ്ങൾ വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ എന്താ അവിടെ വർത്താനം ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ ചെറിയ ആളാണ്. അവന് സ്കൂളിട്ട് വന്നാൽ ഇവിടെ ഒന്നും നിൽക്കില്ല, ഗ്രൗണ്ടിൽ പോയി അവിടെ കുട്ടികളെപ്പം പോയി കളിക്കും. അവൻ്റെ കമ്പനിക്കാർ ഇവിടെ ഒന്നുമില്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ പോയി കളിക്കലാണ്. അപ്പം എന്തായാലും നമ്മൾ സ്വന്തം റിസ്ക് എടുത്തുണ്ടാക്കിയ കൂവപ്പൊടി കൊണ്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു ഡ്രിങ്ക് കിട്ടാം. ഈ ചൂടുകാലത്ത് നമ്മളൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കൂവപ്പൊടി വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആ ലൈക്കും പിന്നെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത എൻ്റെ കൂട്ടായത്തിൽ എനിക്കറിയാം കേട്ടോ. എന്തായാലും എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഒരു ഉപകാരം എന്ന് വെച്ചാൽ എന്താ, കുറേ കൂട്ടായത്തികളെ കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല കൂട്ടായത്തികളെ കിട്ടി. ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ട് കമൻ്റൊക്കെ ഇടുന്നതാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷം. കുറേ കാലത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെ നല്ല കമ്പനിയായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്നും ഇങ്ങനെ പോകണം, എന്നും ഇങ്ങനെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ ചില ദിവസങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോ കാണാതെ വിട്ടുവരുന്നത് അതറിയാതെ നമുക്ക് ചിലപ്പോൾ ഫോണിൽ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ പൈസ കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ ആവും കേട്ടോ. നമ്മൾ ഫോണിൽ റീചാർജ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ അന്ന് തന്നെ ഉടനെ ഒന്നും ഞാൻ പൈസ കയറ്റില്ല. നമ്മളെ കാക്ക പൈസ കയറ്റിയിട്ട് എൻ്റെ 2-3 ദിവസം കഴിയും. ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ വേഗം കയറ്റി തരും, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടോ. അപ്പോൾ ഫോണിൽ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ആരെ വീഡിയോ കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതിനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തലേ ദിവസം കണ്ടില്ലെങ്കിൽ ഇന്നെടുത്തിട്ട് 2 3 വീഡിയോ ഞാൻ ഒരുമിച്ചുണ്ട്, അങ്ങനെ കാണും, സപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ. അപ്പം ഇന്ന് ഒരു അടിപൊളി കൂവ ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, കമൻറ്റും ലൈക്കും കേട്ടോ. കമൻറ്റ് മാത്രം പോരട്ടോ, ലൈക്കും വേണം. പിന്നെ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടുനോക്കിട്ടോ. അപ്പോൾ നമ്മളിതാട്ടോ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 സ്പൂണ് കൂവപ്പൊടി മതി കേട്ടോ. ഓവറായിട്ടൊന്നും വേണ്ട, 2 സ്പൂണ് മതി. അതൊന്ന് കുറുകി വരുമ്പോൾ തന്നെ കുറേ ആവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കലക്കി മറിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഇതൊന്നും പോരട്ടോ, ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കും. ഇതൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാർന്നതാട്ടോ, കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നല്ലോണം ഒന്ന് കലക്കി ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ പിന്നെ കുറച്ച് 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മധുരത്തിന് ഓരോരുത്തരെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, കമ്മിയാണെങ്കിൽ കമ്മി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മധുരം ഇടുന്നതിന് അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഇതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. മധുരം വേണ്ടവർക്ക് അങ്ങനെ, വേണ്ടാത്തവർക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതാ അപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് കുറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുറുകി കിട്ടുമല്ലോ അല്ലേ. കൂവയുമ്പോൾ അത് കുറുകിയ വരുമ്പോൾ നല്ല കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ട ആവൽ തുടത്തി കേട്ടോ, കുറുകൽ തുടത്തി. അപ്പോൾ ഈ അടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയായിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്ന് ആറണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് നമുക്ക് അതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഇതാ നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, നമ്മൾ പായസത്തിലൊക്കെ ഒഴിക്കില്ല, മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മിക്സീൻ്റെ ജാറിൽ ഒന്ന്
അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ആ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചെടുത്തപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് വന്നില്ല, നല്ല അടിപൊളി കളർ ഇട്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ നാമച്ച് നോക്കുന്നുണ്ട് കേട്ടോ മധുരത്തിൻ്റെ. അപ്പോൾ നല്ല മധുരമുണ്ട്. നമുക്ക് പിന്നെ മധുരം ഇളം മധുരം നമുക്ക് പറ്റില്ല കേട്ടോ, നമുക്ക് കടും മധുരത്തിൻ്റെ ആളാണ് നമ്മൾ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുത്തിക്കണ്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മധുരം നമുക്ക് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കത് എടുത്തിട്ട് നമ്മളത് ആ മിക്സീൻ്റെ ജാറൊക്കെ കണ്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ച് വരാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് നല്ല തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടാട്ടോ കഴിക്കുക. ഇവിടെ ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തണുപ്പിക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നമ്മൾ തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ വേനലിലൊക്കെ നല്ല അടിപൊളി ഡ്രിങ്ക് കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ കുടിക്കാൻ. ആ മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെയും ഒക്കെ ഉള്ളൊരു നല്ലൊരു മണം. പിന്നെ നമ്മൾ ഇതാ നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി മക്കൾക്കൊന്നും ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും എഴുതിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് സംഭവം നമ്മൾ കുറച്ച് കസ്കസ് പുതിർത്താനിട്ടിരുന്നു കേട്ടോ, അതാണ് കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ട് അപ്പോൾ മിക്സിയിൽ അടിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു അധികം ലൂസും അല്ല അധികം കട്ടിയിലും അല്ലാത്തൊരു പരുവത്തിൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തണുപ്പിച്ച് കുടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുടിക്കാൻ. അപ്പോൾ നമ്മൾ ഇതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടും നമുക്ക് അങ്ങോട്ട് മതിയാവണില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേക്കണം. ഇനിയിപ്പോൾ ഇതിൽ ചേർക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്: മിൽക്ക് മെയ്ഡ്, കസ്കസ്, പാല്, പഞ്ചസാര കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവമാണ്. പിന്നെ അത് നല്ലോണം കുറുക്കിയിട്ട് ഇത്രയും കസ്കസ് മാത്രം ഒഴിവാക്കുക, ബാക്കിയെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളത് അടിപൊളി കൂവപ്പൊടി ഡ്രിങ്ക് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടത്തൊക്കെ പോയി വന്നാൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിട്ടോ, നമുക്ക് ക്ഷീണവും മാറും, വയറും നിറയും കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ്, നല്ല ഗുണമല്ലേ നമ്മൾക്ക് കഴിക്കുന്ന കൂവപ്പൊടി. ചിലർക്ക് ഇങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കഴിച്ചാലും മതി കേട്ടോ. സംഭവം ലാസ്റ്റ് എന്തായെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ലേസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിക്കണം കേട്ടോ. ഓലൊക്കെ 2 ഗ്ലാസ് കുടിച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ നോക്കാം അല്ലേ. അപ്പോൾ ഇനി ഒരു കുക്കം കൂടി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും നാളെ കാണാം.